ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചുരിദാർ ടോപ്പാണ്, ഓപ്പണുള്ള ചുരിദാറിൻ്റെ ടോപ്പ് കട്ടിംഗ് ആണ്, സ്റ്റിച്ചിങ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ തുണി ഞാനിതാ ഇതുപോലെ നാലാക്കിയിട്ട് മടക്കി വെക്കുന്നുണ്ട്. ഇതുപോലെ നാലാക്കിയിട്ട് മടക്കുക കേട്ടോ. എന്നിട്ട് ഈ മടക്ക് ഭാഗം നമ്മുടെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ തുണി വെക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ അളവ് വരുന്നത് കേട്ടോ. ഞാൻ ചെറിയൊരു കുട്ടിയുടെ അളവാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തുണിയൊന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഷോൾഡർ 8 ഇഞ്ചായിരുന്നു. അപ്പോൾ 8ൻ്റെ പകുതി 4 പ്ലസ് അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഞാനിവിടെ 4.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആം ഹോളാണ് അടയാളപ്പെടുത്തുന്നത്. ആം ഹോൾ നമ്മൾ 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. 4 അല്ലെങ്കിൽ 4.5 ഇഞ്ച് അടയാളപ്പെടുത്താം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ചെസ്റ്റ് 24 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. 6 ഇഞ്ച് 4 ആക്കിയിട്ട് മടക്കിയിട്ട് അപ്പോൾ 6 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 6 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷേപ്പാണ് കേട്ടോ. ഷേപ്പ് ഭാഗത്തിന് നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ആ 7 ഇഞ്ചിൽ ഞാനിവിടെ ഒരു ഒറ്റ ലൈൻ ഇതേപോലെ അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഞാൻ ഷേപ്പ് വിഡ്ത്താണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഷേപ്പ് വിഡ്ത്ത് 21 ഇഞ്ചാണ് ഞാൻ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഷേപ്പ് വിഡ്ത്ത് കേട്ടോ. അപ്പോൾ അതിനെ 4ൽ 1 ആക്കിയിട്ട് അപ്പോൾ എനിക്ക് 5.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 5.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വേണ്ടത് ഓപ്പൺ ലെങ്ത്ത് ആണ് കേട്ടോ. നമുക്ക് എത്രത്തോളമാണ് ഓപ്പൺ വേണ്ടത്, ആ ഒരു ഓപ്പണിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത്, അവിടെ നമ്മൾ ഇതേപോലെ ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഓപ്പൺ വിഡ്ത്ത് പറഞ്ഞാൽ നമ്മൾ ഹിപ്പ് റൗണ്ട്, നമ്മൾ ചുറ്റിൽ കിട്ടിയിട്ടുള്ള ആ റൗണ്ട് ഉണ്ടല്ലോ, ആ ഓപ്പൺ വരുന്ന ആ ഭാഗത്തിൻ്റെ ചുറ്റിലുള്ള റൗണ്ടാണ് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ 22 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിനെ നമ്മൾ 4ൽ 1 ഭാഗം ആക്കുക കേട്ടോ. 4ൽ 1 ആക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 5.5. ആ ഒരു 5.5 കൃത്യമായിട്ട് നമ്മളവിടെ അടയാളപ്പെടുത്തുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത്താണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫുൾ ലെങ്ത്ത് 21 ഇഞ്ചാണ്. പ്ലസ് 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 22.5 ഇഞ്ചാണ് നമ്മൾ ഫുൾ ലെങ്ത്തായിട്ട് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ പോയിന്റുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബോട്ടമാണ്, താഴ്ഭാഗത്തുള്ള ബോട്ടം അളവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഹിപ്പ് റൗണ്ടിലേക്ക് 1.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ബോട്ടം അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നോർമൽ ഒരാൾക്ക് നമ്മൾ 12 ഇഞ്ചാണ്. ഇത് ചെറിയ കുട്ടികളുടേതായതുകൊണ്ടാണ് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഇതൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഇനി നമ്മൾ ആം ഹോളിലൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് തയ്യൽ തുമ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കാതെയാണ് ഇതുവരെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെസ്റ്റിലാണ് 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടി വരക്കുന്നുണ്ട്. അതേപോലെ ഷേപ്പിലും വരക്കുന്നുണ്ട്. പിന്നെ ഹിപ്പ് റൗണ്ടിൽ വരുമ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഓപ്പൺ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് താഴേക്ക് നമ്മൾ 1 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജോയിൻ ചെയ്ത് വരക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കാണ് വേണ്ടത്. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. നെക്ക് വിഡ്ത്ത് വരുന്നത് നമ്മൾ 3/4 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത് കേട്ടോ. ലെങ്ത്ത് നമ്മളൊരു 4 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് വേറെ ഫ്രണ്ട് നെക്ക് വേറെ അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് കുഴിച്ച് വരക്കുക കേട്ടോ. ഒരു 1/2 ഇഞ്ചിൽ അല്ലെങ്കിൽ 1/4 ഇഞ്ചിൽ നമ്മളൊന്ന് കുഴിച്ച് വരക്കുന്നുണ്ട്. ബാക്ക് നെക്ക് വേറെ ഫ്രണ്ട് നെക്ക് വേറെ ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ആ മുകളിലേക്ക് നമ്മളൊരു 1/2 ഇഞ്ച് നമ്മളൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് കട്ടിങ്ങിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ തുണി കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് പീസ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. സെയിം അളവിൽ തന്നെ നമ്മൾ ഇതും കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല, നെക്ക് ഇതേപോലെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നെക്ക് കട്ട് ചെയ്യാതെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്തിൻ്റെ അത്രയും വരുന്നില്ല, നമ്മൾ അതിൽ ഒരു 3 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ലൈനിങ് പീസ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ആദ്യം ലൈനിങ് പീസ് വെക്കുന്നുണ്ട്. ഇനി ഫാബ്രിക് വെക്കുക കേട്ടോ, നല്ല ഫാബ്രിക് വെക്കുക. ഇത് നമ്മൾ മുകൾ ഭാഗത്ത് നമ്മൾ ചീത്ത ഭാഗം ഉണ്ടല്ലോ അതാണ് വെക്കേണ്ടത്, ഉൾവശത്താണ് നമ്മൾ നല്ല ഭാഗം വെക്കേണ്ടത് കേട്ടോ. ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെക്കുക. അപ്പോൾ ഇപ്പോൾ ഈ മുകൾ ഭാഗത്ത് നമ്മുടെ തുണിയുടെ ചീത്ത ഭാഗമാണ് നിൽക്കുന്നത് കേട്ടോ. താഴെ ഭാഗത്ത് നമ്മൾ ലൈനിങ് പീസും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് തയ്ച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ഈ ഒരു നെക്കിൽ ഇതേപോലെ ഒരു ചെറിയ ചെറിയ കട്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. തയ്ച്ച ഭാഗത്തേക്ക് എത്താത്ത രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ചീത്ത വശത്തല്ലേ ഉള്ളത്, ഇനി ഇതിൻ്റെ നല്ല വശം നമ്മളൊന്ന് മറിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് പതിപ്പിച്ചടിച്ചു കൊടുക്കണം കേട്ടോ. നെക്കൊന്ന് പതിപ്പിച്ചടിച്ചു കൊടുക്കുക. സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ബാക്ക് നെക്കും കൂടെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. അതേപോലെ നെക്കൊന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഫ്രോക്കിനൊക്കെ പോലെ ബാക്കിൽ നെക്കിന് കട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു ഫ്രോക്കിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഷോൾഡർ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് നോക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ നമ്മൾ വെക്കുക കേട്ടോ. നല്ല വശങ്ങൾ രണ്ടും നേരെ നിൽക്കുന്ന രീതിയിൽ വേണം തുണി വെക്കാൻ. ഈ ലൈനിങ് ഭാഗം താഴ്ഭാഗം മുകളിലും ഇതിൻ്റെത് മുകളിലും മറ്റതിൻ്റെ നമ്മൾ താഴെ. അപ്പോൾ നല്ല വശങ്ങൾ ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ തുണി വെക്കുക കേട്ടോ. ഇത് രണ്ടും നല്ല വശങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ തുണി വെക്കുക. എന്നിട്ട് ഈ ഒരു ലൈനിങ് പീസുകൾ തമ്മിൽ ഇതുപോലെ പിടിക്കുക. മനസ്സിലായില്ലേ? 2 ലൈനിങ് പീസും ഇതുപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇത് നേരെ ഒന്ന് തയ്ച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കിയാൽ ഇതേപോലെ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് നമ്മുടെ ഉള്ളിലായിട്ട് പോയിട്ടുണ്ടാവും, പുറമേക്കൊരു സ്റ്റിച്ചിങ്ങും കാണില്ല. ഇതുപോലെ ആയിരിക്കും കിട്ടുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഷോൾഡറും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇതുപോലെ തുണി പിടിക്കുക. എന്നിട്ട് ലൈനിങ്ങും നല്ല തുണിയും ഒരേപോലെ വെക്കുക. ഇതേപോലെ വെച്ചിട്ട് ഇതൊന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. ഇനി നിവർത്തി നോക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഉള്ളിലായിട്ടാണ് വരിക, പുറമേക്കൊരു സ്റ്റിച്ചിങ്ങും കാണില്ല കേട്ടോ. ഉള്ളിലും പുറത്തും ഒരേപോലെയാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. കണ്ടില്ലേ? ഇതുപോലെയാണ് കിട്ടുക. ഉള്ളിലായിരിക്കും നമ്മുടെ സ്റ്റിച്ചിങ് വരിക കേട്ടോ.
ഈ അടുത്തതായിട്ട് നമുക്ക് ഈ നെക്കൊന്ന് പതിച്ചടിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡറിൽ നിന്ന് തുടങ്ങിയിട്ട് നെക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്ലീവാണ് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ഞാനിതിൽ കാണിക്കുന്നില്ല. സ്ലീവിൻ്റെ കട്ടിങ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ തുണി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തുണ്ടല്ലോ, അവിടെ മുതൽ നമ്മളൊന്ന് തയ്ച്ച് തുടങ്ങുക കേട്ടോ. ആദ്യം നമ്മൾ സെൻറ്ററിൽ നിന്ന് വേണം തയ്ച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് തയ്ച്ച് മുഴുവനാക്കുക. ഇനി നമുക്ക് ബാക്കി ഭാഗം വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ മറിച്ച് പിടിച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സ്ലീവും നമ്മൾ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലൊന്ന് അളവൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു അളവ് നമ്മൾ ഇതിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ചെസ്റ്റ് 24 ഇഞ്ചായിരുന്നു. 24ൻ്റെ പകുതി 12 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ബാക്കി വരുന്നത് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 3 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു 3 ഇഞ്ചിൻ്റെ പകുതി 1.5 ഇഞ്ച് നമ്മൾ ഇവിടെയും അതേപോലെ 1.5 ഇഞ്ച് ഇവിടെയും അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഷേപ്പാണ്. ഷേപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചായിരുന്നു. ആ 7 ഇഞ്ച് നമ്മൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഈ ഒരു 7 ഇഞ്ചിൽ നമ്മൾ ഷേപ്പിൻ്റെ വിടുത്തും കൂടെ ഒന്ന് അടയാളപ്പെടുത്തുക. വിടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 21 ഇഞ്ചായിരുന്നു. അപ്പോൾ 10.5 ഇഞ്ച് നമുക്ക് അതിൻ്റെ പകുതി 10.5 ഇഞ്ചാണ് കിട്ടുക. ബാക്കി നമുക്ക് എത്രയാണ് വരുന്നത് നോക്കുക. 4 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. 4 ഇഞ്ചല്ല, 4ൻ്റെ പകുതിയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിൻ്റെ അളവിൽ നമ്മൾ 2 ഇഞ്ച് 2 ഇഞ്ച് വെച്ച് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ചൊരു ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ചിന് പകരം 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ഓപ്പൺ വരുന്ന ഭാഗമായിരുന്നല്ലോ. ആ ഓപ്പണിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത് വെച്ചാൽ അതിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടെ ഹിപ്പ് റൗണ്ട് ഓപ്പണിൻ്റെ വിഡ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ 22 ഇഞ്ചായിരുന്നു. 22ൻ്റെ പകുതി 11 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. 11ൽ നിന്ന് ബാക്കി എത്രയുള്ളത് വെച്ചാൽ 2 ഇഞ്ചാണ് വരുന്നത്. 1.5 ഇഞ്ചാണ് വരുന്നത്. ആ ഒരു 1.5 ഇഞ്ച് വെച്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. 2 വശത്തും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവിന് എത്രയാണ് അളവ് വേണ്ടത് വെച്ചാൽ അതും അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് തയ്ച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ സ്ലീവിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഒരു ലൈനിലൂടെ നമ്മളൊന്ന് വരച്ചിട്ട് ഇത് ഓപ്പൺ വരുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിൻ്റ് വരെ നമ്മൾ തയ്ച്ച് നിർത്തുക കേട്ടോ. ഇവിടെ ഒന്ന് കെട്ടിയിട്ടിട്ട് ഒന്ന് തയ്ച്ച് നിർത്തുക. മറ്റേ വശത്തും നമ്മൾ ഇതേപോലെ ഒന്ന് തയ്ച്ചിട്ട് ആ ഒരു ഓപ്പൺ ഭാഗത്ത് വരുന്ന ആ ഒരു അളവിൽ നമ്മൾ ഇവിടെ വന്ന് കെട്ടിയിട്ടിട്ടൊന്ന് തയ്ച്ച് നിർത്തുക. അപ്പോൾ ഈ ഒരു ലൈനിങ് പീസിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിഭാഗം നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് മതി കേട്ടോ. 1 ഇഞ്ച് മതി നമുക്ക് അവിടെ അളവ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഷേപ്പാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നേരെ നമ്മൾ ഈ 1 ഇഞ്ചിന് നേരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. 1.5 ഇഞ്ചാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് ചെറിയ രീതിക്ക് മതി എന്നുണ്ടെന്ന്, അതുകൊണ്ട് നമ്മൾ 1 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓപ്പൺ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ 1/2 ഇഞ്ചിലൊന്ന് മടക്കിയിട്ടെടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മളൊന്ന് തയ്ച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ ഈ ഓപ്പണിൻ്റെ സ്റ്റാർട്ടിങ് വരേക്കും നമ്മൾ ഇത് മുഴുവനായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓപ്പണിൻ്റെ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നമ്മൾ സൂചി ഒന്ന് കുത്തിയിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കുക. എന്നിട്ട് മറ്റേ വശത്തെ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നമ്മൾ നീറ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു 1/2 ഇഞ്ചിൽ തന്നെ നീറ്റായിട്ടൊന്ന് മടക്കുക. എന്നിട്ട് തയ്ച്ച് വരിക കേട്ടോ. പിന്നെ നമ്മളൊന്ന് സൂചി ഒന്ന് താത്തിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് നല്ല നീറ്റാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ തയ്ച്ച് പോരുക കേട്ടോ. അപ്പോൾ മറ്റേ വശത്തും നമ്മൾ ഇതേപോലെ ഒന്ന് തയ്ച്ചിട്ടെടുക്കുക. ഇനി ഇതിൻ്റെ അറ്റത്തൂടെ നമ്മൾ ഒരു അടിയും കൂടെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഓപ്പണിലുള്ള ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങും വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് തന്നെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും മറിച്ചിട്ടൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഓപ്പണിൻ്റെ ഒരു വളവോ തിരിവോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നീറ്റായിട്ട് തന്നെ ഓപ്പൺ കിട്ടിയിട്ടുണ്ട്.